ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് വയനാട് ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാത്രി 11:30 3 ആനകൾ ജനവാസ മേഖലയിൽ എത്തിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ജീവനക്കാർ പ്രസ്തുത സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. മാനന്തവാടി ടൗണിലെ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന ആന അതിനെ വെടിവെക്കുന്നതിനുള്ള മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ഉത്തരവ്, അതിനുള്ള അനുമതി ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരവിറങ്ങി സുർജിത്ത്. എന്തായാലും ആശ്വാസകരം, ഔദ്യോഗികമായ ഉത്തരവിറങ്ങിയത് ആശ്വാസകരമായ വസ്തുത തന്നെ. വൈകാതെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഉത്തരവിറങ്ങിയ സ്ഥിതിക്ക് ഇനി വൈകാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഡാർട്ടിംഗ് ടീം, അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം, അവർ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം തന്നെ നടത്തിയതാണ്. ഇനി നേരെ മയക്കുവെടി ഉതിർക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ ദൗത്യം ഇനി വൈകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളെ ഇറക്കിക്കൊണ്ടുവരും. കുങ്കിയാനകളെ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷമാകും ഡാർട്ടിംഗ് നടപ്പാക്കുക. ഡാർട്ടിംഗ് നടപ്പാക്കിയ ശേഷം അവിടെ നിന്നും പതുക്കെ ഈ ആനയെ കുങ്കിയാനകളുടെ അടുത്തേക്ക്, കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരെ ലോറിയിലേക്ക് കയറ്റി അതിനുശേഷം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. എങ്ങനെയാണ് ഇതിനെ കർണാടക വനംവകുപ്പിന് കൈമാറുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ ആനയുടെ ആശങ്ക അല്പസമയത്തിനകം തന്നെ ഒഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏവരെ സംബന്ധിച്ചും ഉള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ജനവാസ മേഖലയുള്ള മാനന്തവാടി നഗരത്തിൻ്റെ നടുവിൽ തന്നെയാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. അതുതന്നെയാണ് പ്രതിസന്ധി, അതുതന്നെയാണ് ആശങ്ക. സ്വാഭാവികമായും ഇപ്പോൾ ഉത്തരവിറങ്ങി എന്നുള്ളത് ആശ്വാസകരമാണ്. ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഈ ഉത്തരവ് സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഉത്തരവ് ഇറങ്ങാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമുണ്ടായത് എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ കയർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ആ ഒരു വിഷയത്തെ തണുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ ഈ ഇത്ര മണിക്കൂറായി, അതായത് 9 മണിക്കൂറിനടുത്തായി ഈ കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ. നേരത്തെ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ AV ജയശങ്കർ നൽകും. ജയശങ്കർ, ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഉന്മേഷ്, ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിലവിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ ഒരു തീരുമാനം. അടിയന്തരമായി ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ വാക്കാൽ ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അതായത് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണം. ഉച്ച സമയത്തോട് അടുക്കുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ മയക്കുവെടി ഉൾപ്പെടെയുള്ള ഇതിന് സമയമെടുക്കും. അത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നിലവിലെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തരമായൊരു ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിരിക്കുന്നത്. വാക്കാൽ നിർദ്ദേശം നൽകി മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാനാണ് വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം. മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഉത്തരവ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുകയും. ശരി ജയശങ്കർ, ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം കുങ്കിയാനയുണ്ട്. ഒപ്പം ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്തിപ്പോൾ വനപാലക സംഘം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകളായി മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ആനയെ തുരത്തുന്നതിനു വേണ്ടി വനംവകുപ്പിന്റെ നടപടി ഉണ്ടാകുന്നു. അല്പസമയം മുൻപാണ് ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് വനപാലക സംഘം. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് കുങ്കിയാനകളുണ്ട്, മറുഭാഗത്ത് വെടിവെക്കുന്നതിനുള്ള മയക്കുവെടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് വനപാലക സംഘം.